ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. വ്യാപാര മേഖലയിൽ 8 പതിറ്റാണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള CPA ബ്രദേഴ്സ് എടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ 5ാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ. സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്, പോത്തുകൽ. LDF നിലമ്പൂർ നഗരസഭാ വികസന ജാഥ വെള്ളിയാഴ്ച തുടങ്ങും. പി സരിൻ ഉദ്ഘാടനം ചെയ്യും. ജാഥ 3 ദിവസം നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷം LDF നടപ്പാക്കിയ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനാണ് ജാഥ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ 80% പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായി LDF നേതാക്കൾ അവകാശപ്പെട്ടു. 2 ദിവസത്തെ വാഹന പ്രചരണ ജാഥയ്ക്ക് 14-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നിലമ്പൂർ ടൗണിൽ തുടക്കം കുറിക്കുകയാണ്. ജാഥ നഗരസഭയിലെ 33 വാർഡിലും ജനങ്ങളുമായി സംവദിച്ച് 16-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ചന്തക്കുന്നിൽ സമാപിക്കും. ഈ ജാഥയിലൂടെ ജനങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വികസന സന്ദേശ യാത്രയാണ് LDF ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷമായി നിലമ്പൂർ നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് 2010-ലാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂർ നഗരസഭയായി മാറുന്നു. ഈ 2010 മുതൽ 2020 വരെ നീണ്ട 10 വർഷം 2 ടേം അധികാരത്തിലിരുന്നത് UDFൻ്റെ ഭരണസമിതിയായിരുന്നു. 2020-ലാണ് ആ കഴിഞ്ഞ ഭരണസമിതിക്കെതിരായിട്ടുള്ള വലിയ ജനവികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഈ മുന്നണി നഗരസഭയിൽ അധികാരത്തിൽ വന്നു. ഈ 4 വർഷത്തിനിടക്ക് ഒട്ടനവധി മേഖലയിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുവാനും മുന്നോട്ട് പോകുവാനും ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലും രാഷ്ട്രീയ വിവേചനമോ പക്ഷാഭേദമോ ഇല്ലാതെ വികസനം നടപ്പാക്കിയിട്ടുണ്ട്. റോഡ്, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, മാലിന്യ നിർമ്മാർജ്ജനം, കായികം, SC/ST, വയോജന, ഭിന്നശേഷി സംരക്ഷണം തുടങ്ങിയ രംഗത്തെല്ലാം ശ്രദ്ധേയമായ വികസനങ്ങൾ നടപ്പാക്കാൻ LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. 7.36 കോടി രൂപയുടെ റോഡ് വികസനമാണ് നടന്നത്. 5000 രൂപയുടെ സബ്സിഡിയോടുകൂടി 3145 ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകി. നിലമ്പൂർ നഗരസഭ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിർമ്മിച്ച ജെറിയാട്രിക് വാർഡാണ് ജില്ലയിൽ ജില്ലാ ആശുപത്രികളിൽ ആദ്യത്തെ വയോജന സൗഹൃദ വാർഡ്. മയ്യന്താനി പകൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും മറ്റ് 2 സ്ഥലത്ത് പകൽ വീട് തുടങ്ങുകയും ചെയ്തു. മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം മികച്ച സൗകര്യങ്ങളോടെ വിപുലീകരിക്കുകയും പട്ടരാക്ക, രാമകുത്ത് തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. നഗരസഭയിലെ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ചു. 70% ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളാക്കി. കായിക വികസനത്തിന് മയ്യന്താനി സ്റ്റേഡിയം സജ്ജമാക്കി. നഗരസഭയിലെ 90% വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുകയും ഹരിതസേന വിപുലീകരിക്കുകയും കാര്യക്ഷമമാക്കുകയും ചെയ്തു. സമഗ്ര മേഖലയിലും വികസനം നടപ്പാക്കുമ്പോഴും പ്രതിപക്ഷമായ UDFും കോൺഗ്രസും ലീഗും വികസനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ നഗരസഭയ്ക്കെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ പരാതികളും വിജിലൻസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളും ജനങ്ങളും തള്ളിക്കളഞ്ഞതായും LDF നേതാക്കൾ പറഞ്ഞു. ചായ വിവാദം, പകൽ വീട്, ചെയർമാന്റെ വാഹനം ദുരുപയോഗം, ചൂരക്കുളം നവീകരണം, പാട്ടുത്സവം തട്ടിപ്പ്, ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള കിറ്റ് തുടങ്ങി UDF ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. എന്നാൽ നേരത്തെ UDF ഭരണസമിതി നടത്തിയ അഴിമതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണെന്നും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയത് ഉൾപ്പെടെയുള്ള ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും അഴിമതിയും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. ഇതൊന്ന് UDFിന്റെ കാലത്ത് കഴിഞ്ഞ 10-15 വർഷമായി നിലമ്പൂരിൽ നടന്നിട്ടുള്ള ഒരുപാട് അഴിമതികളുണ്ട്.
കാരണം ചിലത് UDF ഈ നാട്ടിലെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഒന്ന്, നിലമ്പൂർ പട്ടണത്തിലെ പുതിയ ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള അനധികൃത നിർമ്മാണങ്ങൾ. നമുക്കറിയാം, എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് UDFിൻ്റെ കാലത്ത് നിർമ്മാണം നടത്തിയതും അതിന് പെർമിറ്റ് നടത്തിയതും. അതിലെ വൻ അഴിമതിയെ സംബന്ധിച്ച് റവന്യൂ വിജിലൻസ് അന്വേഷണം നടത്തുകയും അതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന ശുപാർശ വന്നിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുടെ ബിനാമി ഇടപാടാണ് ഈ കെട്ടിടങ്ങളുടെ പേരിൽ നടന്നിട്ടുള്ളത്, കെട്ടിട നിർമ്മാണങ്ങളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, UDFിൻ്റെ ഭരണകാലത്താണ് ചെട്ടിയങ്ങാടിയിൽ മത്സ്യ മാർക്കറ്റിനകത്ത് ഒരു ബയോഗ്യാസ് കുത്തബ് മീനാർ നിൽക്കുന്നത് പോലെ ഇപ്പോൾ നമുക്ക് പോയാൽ കാണാം. നിങ്ങളും കുറേ വാർത്തകൾ ചെയ്തതാണ്. ആ ബയോഗ്യാസിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിലേക്കും മാർക്കറ്റിൻ്റെ ചുറ്റുമുള്ള കടകളിലേക്കും ഉർവശി ബാറിലേക്കും വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയതാണ്. 30 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ദുരുപയോഗം ചെയ്തത്. ഒരു ദിവസം പോലും അത് പ്രവർത്തിച്ചിട്ടില്ല. ഒരു വൈദ്യുതിയും അവിടുന്ന് വിതരണം ചെയ്യാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വൻപിച്ച അഴിമതിയാണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച നിർമ്മാണം ഉടൻ തുടങ്ങും. നിലമ്പൂർ ടൗൺ വികസനം പൂർത്തീകരിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. LDF നിലമ്പൂർ നഗരസഭ വികസന ജാഥ 14-ന് വെള്ളിയാഴ്ച വൈകുന്നേരം 6-ന് നിലമ്പൂരിൽ P. സരിൻ ഉദ്ഘാടനം ചെയ്യും. ജാഥ 16-ന് ഞായറാഴ്ച വൈകുന്നേരം 6-ന് ചന്തക്കുന്നിൽ സമാപിക്കുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം കക്കാടൻ റഹീം, CPM ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, കേരള കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ കിനന്തൊപ്പിൽ, NCP ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, ടൗൺ സ്ക്വയറിന് എതിർവശം, വണ്ടൂർ. Celebrating Viva by Shobika Weddings.